ഹലോ സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് മോട്ടോറോളയുടെ മോട്ടോ C+ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ്. അതിൻ്റെ ചാർജിങ് കംപ്ലൈൻ്റ് ആണ്. ചാർജിങ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാക്കാം, ചാർജിങ് ജായ്ക്ക് എങ്ങനെ മാറ്റാം, പിന്നെ വന്നിട്ട് ഡെഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ നോട്ട് വർക്കിംഗ് ആണ്, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ചാർജിങ് ജമ്പർ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതെല്ലാം ഒന്ന് നോക്കാം നമുക്ക്. ആദ്യം പുറകിൽ ബാക്ക് കവർ അഴിക്കുക, അത് കഴിഞ്ഞുള്ള സ്ക്രൂസ് എല്ലാം അഴിക്കുക. സ്ക്രൂസ് 1 2 3 4 5 സ്ക്രൂകൾ ആ മുകളിലത്തെ മാത്രം അഴിക്കുക. എന്നിട്ട് ആ മുകളിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് ഒരു പീസ് മാത്രമായിട്ട് അഴിച്ചെടുക്കാം. സൈഡിൽ 4 ലോക്കുണ്ട്, ആ ലോക്കൊന്ന് പൊക്കി വിടണം. ഈ ഫോണിന് മെയിനായിട്ട് വരുന്നത് ബാറ്ററി പെട്ടെന്ന് അങ്ങ് വീക്കാവുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഡെഡ് ഫോൺ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കുറേ സമയമെടുത്തൊന്ന് ബാറ്ററി ബൂസ്റ്റ് ചെയ്യുക. നന്നായിട്ട് സമയമെടുത്തോളൂ, നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുക. സാധാരണ ബാറ്ററി ബൂസ്റ്റ് ആകുന്ന സ്പീഡിലൊന്നും ഇത് ബൂസ്റ്റ് ആകുന്നില്ല. കുറച്ച് സ്പീഡ് എടുത്ത് ബൂസ്റ്റ് ആക്കുക. എന്നിട്ട് ഓണാക്കി നോക്കുക ഓണാകുന്നുണ്ടോ എന്ന്. ഓണാകുന്നുണ്ടെങ്കിൽ ചാർജിങ് പോർട്ട് പോയതായിരിക്കും. ഓണാകുന്നില്ല എന്നൊരിതിൽ ആണ് നമ്മൾ അടുത്ത പവർ ICയുടെ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നോക്കേണ്ടതുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഒന്ന് ചാർജിങ് പോർട്ട് ആദ്യം ഒന്ന് മാറി നോക്കാം. ഇതിൻ്റെ ചാർജിങ് പോർട്ടിനായിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേയുടെ താഴെയുള്ള ഡിസ്പ്ലേയുടെ കണക്ടർ പിടിപ്പിക്കണം. അത് ഏറ്റവും താഴെയുള്ള കണക്ടറാണ്. പിന്നെ ടച്ച്, ക്യാമറ, ആൻറ്റിന, ഓൺ ഓഫ് സ്വിച്ചിൻ്റെ സ്ട്രിപ്പ്, ഇതെല്ലാം പിടിപ്പിച്ചെടുക്കുക. ഈ കാണുന്ന കണക്ഷനാണ് പോസിറ്റീവ് കയറുന്നത് കേട്ടോ. അവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ആ കപ്പാസിറ്ററിലേക്കാണ് കയറുന്നത്. നിങ്ങൾ ബോർഡെ നോക്കി വെച്ച് ഈ ചിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അഥവാ നിങ്ങളുടെ ബോർഡിൽ പ്രിൻ്റ് ഇല്ലെന്നൊരിതിൽ നിങ്ങൾ നേരെ പോസിറ്റീവ് വോൾട്ടേജ് ചാർജർ കുത്തി നോക്കിയിട്ട് മൾട്ടിമീറ്റർ വെച്ച് നോക്കി കഴിയുമ്പോൾ അറിയാമല്ലോ എവിടെയാണ് പോസിറ്റീവ് വോൾട്ടേജ്. ആ പോസിറ്റീവ് വോൾട്ടേജ് ഒരു ജമ്പർ ഇട്ട് ഈ പറയുന്ന കപ്പാസിറ്ററിലേക്ക് കൊടുക്കുക. പ്രിൻ്റ് ഉണ്ടെന്നൊരിതിൽ നമ്മൾ ചാർജിങ് കണക്ടർ വേറൊരെണ്ണം വയ്ക്കുക. ബ്ലോവർ വെച്ച് ചാർജിങ് കണക്ടർ അങ്ങ് വെച്ച് നന്നായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. 5 ലെഗാണുള്ളത്, 5 ലെഗ് നന്നായിട്ട് സോൾഡർ ചെയ്യുക. ചാർജിങ്ങിന് വേണ്ടിയിട്ട് ആകെ 2 ലെഗേ വേണ്ടൂ. ഒരു സൈഡിലെ നെഗറ്റീവും പിന്നത്തെ നെഗറ്റീവ് എവിടെയെങ്കിലും എർത്ത് ചെയ്താൽ മതി. ഒരു വയറെടുക്കുക, എർത്ത് എവിടെയാണ് ലിവറിനും കണ്ടുപിടിച്ച് വെച്ചാൽ അങ്ങോട്ട് എർത്ത് ചെയ്യുക. പോസിറ്റീവ് വോൾട്ടേജ് നേരെ ഞാൻ മുമ്പേ ചിത്രത്തിൽ കാണിച്ച് ആ കപ്പാസിറ്ററിലേക്ക് കൊടുക്കുക. ഇതിനിപ്പോൾ പ്രിൻ്റ് ഡാമേജ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണക്ടർ ഫിറ്റ് ചെയ്യാൻ പറ്റി. അപ്പം നമുക്ക് ഇത് ബോർഡ് വയ്ക്കുക. ആദ്യം ആൻറ്റിനയുടെ കണക്ഷൻ ഇടുക, സോക്കറ്റ് കുത്തുക. പിന്നെ ഡിസ്പ്ലേ, ക്യാമറയെ, ടച്ച്, ഓൺ ഓഫിൻ്റെ സ്ട്രിപ്പ്, ഈ സ്ട്രിപ്പെല്ലാം ഇടുക. ആദ്യം നമ്മൾ ചാർജിങ് കണക്ടർ ഇടാൻ നേരം കണക്ടറൊക്കെ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ. നല്ലപോലെ ബ്ലേഡ് വെച്ച് നല്ലപോലെ സ്ക്രാച്ച് ചെയ്ത് അകത്ത് ഇച്ചിരി പേസ്റ്റ് പുരട്ടി ഇച്ചിരി സോൾഡർ അപ്ലൈ ചെയ്തേച്ച് മാത്രം, സോൾഡർ എന്ന് പറഞ്ഞാൽ ലെഡ് അപ്ലൈ ചെയ്തേച്ച് മാത്രം ബ്ലോവർ വെച്ച് ഈ കണക്ടർ വയ്ക്കുക. പിന്നെ സോൾഡർ ചെയ്യുമ്പോൾ എളുപ്പമുണ്ടാവും, അപ്പോൾ പ്രിൻ്റൊന്നും പോകത്തില്ല. പിന്നെ ആൾക്കാർ ഉപയോഗിച്ച് പ്രിൻ്റ് കളഞ്ഞു വരുന്നുണ്ട്, അപ്പോൾ അത് ജമ്പർ അടിക്കേണ്ടി വരും.
എന്നിട്ട് ചാർജിനിടുക. ചാർജിനിട്ട് കഴിഞ്ഞാൽ കുറേ സമയം എടുത്തേച്ച് ബാറ്ററി എം ടി ആണെന്നൊരു കുറേ സമയം എടുത്തേച്ച് ചാർജ് കയറും. നമുക്ക് ഏതായാലും ഫോണൊന്ന് പൂട്ടാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതിനാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എല്ലാ കണക്ടറും ചാർജിങ് കണക്ടർ ഇടുമ്പോൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ടച്ചിൻ്റെ കണക്ടർ തൊട്ട അടിയിലാണ്. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അല്ലെന്നൊരിക്കൽ ടച്ചിൻ്റെ കണക്ടർ ഡാമേജ് ആകും. പിന്നെ ഫ്രണ്ട് ക്യാമറയും ഒന്ന് അഴിച്ചു വെച്ചേക്കുക. അപ്പം നമുക്ക് സ്ക്രൂ ഇട്ട് പൂട്ടാം. പൂട്ടിയിട്ട് എങ്ങനെയാണ് ചാർജിങ് വർക്ക് ചെയ്യുന്നോ എന്ന് നോക്കാം. ചാർജിങ് ഈ മോഡലിന് വേണ്ടിയിട്ട് ആകെ 2 കണക്ഷനേ ആവശ്യമുള്ളൂ. പിന്നെ എല്ലാ കണക്ഷനും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്യുക. സ്ക്രൂകളെല്ലാം ഇട്ട് നോക്കാം. സ്ക്രൂകളെല്ലാം ഇടണം. ഇതിന് ബോർഡിൽ സ്ക്രൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പുറത്തിടുന്ന സ്ക്രൂവിലാണ് അതിൻ്റെ സെറ്റിംഗ് എല്ലാം ഉറച്ചിരിക്കുന്നത്. അല്ല ബാറ്ററി ഇടുമ്പോൾ മുകളിലേക്ക് തള്ളിപ്പോകും. നമുക്ക് ബാറ്ററി ഇട്ട് ഒന്ന് ചാർജിങ് ഒന്ന് കുത്തി നോക്കാം. ഓക്കെ ആണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.